ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എന്നുള്ളത്? ഹാപ്പി അല്ല എല്ലാവരും? അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനുള്ള തിരക്കിലാണ്. കണ്ടില്ലേ, 6:30 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല, മക്കളെ അടുത്തായിരുന്നു. ഞായറാഴ്ച അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അടുത്ത് ഗെയിം കളിയൊക്കെ പാടായിരുന്നു. അപ്പോൾ പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയും പൂളിയാണ് കേട്ടോ. പോത്തിറച്ചിയല്ല. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇറച്ചിയും പൂളി ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു പ്രാവശ്യം പോത്തിറച്ചിയും പൂളി ഉണ്ടാക്കി, ഇറച്ചിയും പൂളിയും. ഇന്ന് ചിക്കനായിട്ടാണ് കേട്ടോ. ചിക്കൻ കൊണ്ടാണ് ഇറച്ചിയും പൂളി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് സെറ്റാക്കി റെഡിയാക്കി തൂമ്പിക്കലൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പൊരി കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരു പൊരി ഉണ്ടാക്കാത്ത ദിവസമാണ്. അപ്പോൾ എന്നും പൊരിയും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെല്ലാവരും വൈകുന്നേരം അതാണ് തിന്ന് പള്ളർച്ചിട്ട് പിന്നെ ഞാൻ ഇതിട്ട് ചായക്കടി ഉണ്ടാക്കി ഒക്കെ വേസ്റ്റ് വെറുതെ ആവട്ടോ. പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ തിന്നും, ചിലവർ തിന്നൂല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പൊരികളൊക്കെ മാറ്റി വെച്ച് പൊരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഫ്രൂട്ട്സും പിന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കും. പിന്നെ ക്ഷീണത്തിന് നല്ലതാണ് പറഞ്ഞാൽ നിർബന്ധമാണ് ഇക്കാക്കൊക്കെ കേട്ടോ. അപ്പോൾ ജ്യൂസും ഇതിനൊക്കെ പൊരികളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. ജ്യൂസ് ഇന്ന് കക്കരിക്ക ജ്യൂസാണ് കേട്ടോ. കക്കരിക്കയും പാലും കൂടി മിക്സ് ആക്കിയിട്ട് അടിച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ജ്യൂസാണ് കേട്ടോ, കക്കരിക്കയും പാലും. പിന്നെ ഇപ്പം എന്താ, പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ബത്തക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇറച്ചിയും പൂളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് നോമ്പ് ഞങ്ങൾക്ക് വലിയവർക്ക് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് ആർക്കും ഇല്ല കേട്ടോ. അപ്പം കുട്ടികൾ മനൂട്ടനും ഞാനും ഇക്കും മനൂട്ടനും മാത്രമേ നോറ്റിട്ടുള്ളൂ. പിന്നെ കുട്ടികൾ ആരും ഒന്നും നോറ്റിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഇന്ന് ഞായറാഴ്ച ഇന്ന് നോക്കണില്ലേ അമ്മ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആരും അത്താഴത്തിന് വിളിച്ചില്ല കേട്ടോ. പിന്നെ ഇതാ ചോറ്റിന് തീ പിടിപ്പിച്ചതാണ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ചായപരിപാടി എല്ലാം സെറ്റാക്കി ഇന്ന് അടുക്കളയിലേക്ക് എത്തിയിരിക്കുന്നത് എപ്പോഴാണ് അറിയോ? ഇന്ന് 4:30 മണിക്ക് അടുക്കളയിൽ കയറിയിട്ടുള്ളൂ കേട്ടോ. ഇറച്ചി മുളിയാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 4:30 മണിക്ക് അടുക്കളയിൽ കയറിയപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ഫോണിൽ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് അടിക്കണ്ടില്ല, അത് ഫോണിൻ്റെ മിസ്റ്റേക്ക് ആട്ടോ. ഫോണ് വീണിട്ട് ഫോണ് പൊട്ടിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ നിങ്ങളെ വീഡിയോ അല്ല, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുമ്പോഴാണ് വീഡിയോ കൂടുതൽ ആൾക്കാരുടെ ഇടയ്ക്ക് എത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ റീച്ച് ഉണ്ടാവാനും ചാനൽ റീച്ച് ആവാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആക്കും കേട്ടോ നിങ്ങളുടെ ലൈക്ക്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് കൊടുത്തിട്ട് കാണാൻ നോക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന കൂട്ടക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കാനും മറക്കരുത്. നമ്മുടെ അച്ചൂട്ടിനെ മറന്ന് ഞങ്ങളെല്ലാവരും ഇപ്പം ലൈവ് ഒന്നും ഇടാത്തോണ്ട് അച്ചൂട്ടി ഞങ്ങളെല്ലാവരും മറന്നിക്കണോ? ഇതാണ് നമ്മളെ അച്ചു. എൻ്റെ അച്ചൂട്ടിനെ ഞങ്ങൾക്ക് ഓർമ്മയില്ല ആർക്കും ഇപ്പോൾ. കളി അച്ചൂട്ടി പുതിയ പാട്ടൊക്കെ അറിയാം, പുതിയ ഡാൻസ് അറിയാം, പുതിയ പാട്ടറിയാം. അവളെ സ്കൂളിൽ ഇപ്പോൾ അടുത്ത് പൂട്ടും ഗൈസ്. കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ സ്കൂളിൽ പൂട്ടും. സ്കൂളിൽ പൂട്ടിയിട്ട് പെരുന്നാളാവുമ്പോൾ ഞങ്ങൾ വേങ്ങരക്ക് പോവും. വേങ്ങര പോയി 2 ദിവസം നിൽക്കും. കുറേ ദിവസം 2 ദിവസം നിൽക്കും ഇൻഷാ അള്ളാ വിചാരിക്കുന്നില്ല ഗൈസ്. നമ്മുടെ ചിക്കൻ കൊണ്ടാണ് കേട്ടോ ഇറച്ചിയും പൂളി ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയ രസമാണ് കേട്ടോ. കണ്ടില്ലേ, ഇറച്ചിയും പൂളിയും കപ്പ ബിരിയാണി എന്ന് പറയും. പിന്നെ ചായ ഇവിടെ ഇതാവണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞ് ഇറച്ചിയും പൂളിയായാൽ പിന്നെ പെട്ടെന്ന് കഴിയട്ടെ. 4:30 മണിക്ക് അടുക്കളയ്ക്ക് വേണി വന്നിട്ടുള്ളൂ. പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പൊറോട്ടയൊക്കെ ഇതൊക്കെ ആകുമ്പോൾ കുറേ നേരം നമുക്ക് മെനക്കെടാണ്. ഇത് 2 അടുപ്പത്താണ്. ഒരു അടുപ്പത്ത് ചിക്കനും ഒരു അടുപ്പത്ത് പൂളി അങ്ങോട്ട് വേവിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് പരിപാടി സെറ്റാവും കേട്ടോ. അപ്പോൾ ഇതാ ചപ്പ് കുറച്ചുള്ളായിരുന്നു. ചപ്പും കറിവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് തൂമ്പിച്ചെടുത്ത് ചിക്കൻ മസാലയും കുറച്ചിട്ടിക്കണം കേട്ടോ. ഒക്കെ പാടിട്ടിട്ട് തൂമ്പിച്ചെടുത്തതാണ്. അങ്ങനെ ഏകദേശം നോമ്പുറക്കാനായിട്ടാ. അപ്പോൾ എല്ലാം നമ്മൾ ടേബിൾ മൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്രൂട്ട്സ്, പിന്നെ കക്കരിക്കയുടെ ജ്യൂസാണ് അടിച്ചത് കേട്ടോ. കക്കരിക്കും പാലും കൂടിയും ജ്യൂസ്. ഇപ്രാവശ്യം നോമ്പിന് മിക്കവാറും ദിവസങ്ങൾ കക്കരിക്ക ജ്യൂസ് തന്നെ അടിച്ചിരിക്കണത് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് അത് കക്കരിക്ക ജ്യൂസ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നും അടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ പൈനാപ്പിൾ കൊണ്ടുവന്നിരുന്നു കഷ്ണം. പിന്നെ പുറത്തുകാല് കുട്ടികൾക്ക് എല്ലാവർക്കും ക്ഷീണത്തിനെന്ന് പറഞ്ഞിട്ട് ഇക്ക കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളിതാ സെറ്റാക്കി വെച്ചേക്കണേ. കുട്ടികളൊക്കെ ഓരോരുത്തർ കളിയൊക്കെ കഴിഞ്ഞ് കുളിക്കാനൊക്കെ ആയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് സെറ്റാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ നോമ്പുറക്കാണ്, ബാങ്കൊക്കെ കൊടുത്തിട്ടാ.
അപ്പോൾ നോമ്പറക്കുമ്പോൾ നമ്മളെക്കാട്ടി തിരക്ക് മക്കൾക്കാണ് കേട്ടോ. കുട്ടികളെല്ലാവരും ബാങ്കിന് കൊടുത്താൽ ഓടി വന്ന് ടേബിളിന് ചുറ്റും ഇരിക്കും കേട്ടോ. നോമ്പ് നോറ്റികളെക്കാട്ടി ഉഷാറാണ് കേട്ടോ നോമ്പ് പറക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും നോമ്പറന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്നുള്ളത്. ഇന്നും 5 മണി ആയപ്പോൾ തന്നെ ഇന്ന് എത്തിക്കണം കേട്ടോ. ജ്യൂസ് അടിക്കാനും കട്ട് ചെയ്യാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എത്തിന്ന് എത്തും. അധികം ട്രിപ്പില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഓട്ടം പോവുള്ളൂ. ട്രിപ്പുള്ള ദിവസം മാത്രമേ ഓട്ടം പോവുള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളൊക്കെ നോമ്പായ 5 മണി ആകുമ്പോൾ പെരിയിലെത്തും കേട്ടോ. ഇതാ എൻ്റെ അച്ചുട്ടി കണ്ടില്ല. അച്ചുട്ടിയൊക്കെ വത്തൊക്കെ കട്ട് ചെയ്തപ്പോൾ തന്നെ തിന്നൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇനി നോമ്പ് പറഞ്ഞിട്ട് തിന്നാറിന് അവളോട് ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ പകുതി ഫ്രൂട്ട്സ് തിന്ന് കഴിച്ചുട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നോമ്പുതറ വിശേഷം എന്നുള്ളത്. ചെറിയ മക്കളാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കാരട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര പൊട്ടിത്തെറിപ്പായിരുന്നു എല്ലാവരും. ആരും നോമ്പൊരില്ല. ഉച്ചക്ക് കഞ്ഞി അതുപോലെ തന്നെ അച്ചാറും ഉണ്ടാക്കി കൊടുത്തു. മുട്ട പൊരിച്ചതും കഞ്ഞിയും കൊടുത്തിട്ട് ഉച്ചക്ക് കഞ്ഞി വെച്ച് കൊടുത്തിട്ട് എല്ലാവർക്കും. സ്ത്രീകളൊന്നും ഇല്ലാത്ത നോമ്പുതറ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ റിയാക്ഷൻ നോക്കാം. അപ്പം ഇനി ഇതുപോലെ പോരാ പിന്നെ അപ്പോൾ പൊരികളൊക്കെ ഉണ്ടായുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ പിന്നെ പൊരിയും ജ്യൂസും ഫ്രൂട്ട്സും നിന്നുകാണ്ടേ ചായയും കടിയും കുടിച്ചിട്ടില്ല. കേതിട്ട് ഞാൻ ഉണ്ടാക്കുക അത് തിന്നണില്ല ഞങ്ങൾ. അപ്പോൾ അതിനെക്കാട് നല്ല ഇനി ഒറ്റ ദിവസം ഈ പരിയുടെ പൊരി ഉമ്മച്ചി ഉണ്ടാക്കൂല കേട്ടാ. ഇനി ജ്യൂസ് കുടിച്ചാൽ ഉമ്മച്ചി കൊണ്ടുവരില്ല, ഉമ്മച്ചി കൊണ്ടുവരിച്ചില്ല, പൊരി ഉണ്ടാക്കൂല. ഇനി ഇത് ചായക്കടി തിന്നാതെ അത് മാത്രം തിന്നുകാണ്ട് മയങ്ങി കെടുക്കുകയാണല്ലോ നിങ്ങൾ. ഇപ്പം ആവണല്ലോ ഇറച്ചിയും പൂളിയൊക്കെ ഇപ്പത്തെ തിന്നില്ലേ, മറ്റേ തിന്നലില്ലല്ലോ ആരും. അങ്ങനെ പൊരി ഇല്ലായിട്ട് കുറേ പരാതിയൊക്കെ പറഞ്ഞിട്ടാ. ഏതായാലും ഇന്ന് പൊരി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ചായ ഇതാ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടൊക്കെ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം കേട്ടോ. ബൈ.